ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തിനെ വർഷയും അകത്തേക്ക് കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചുകയാണ് കേട്ടോ ചന്ദ്ര. അവസാനം രവിയേട്ടനാണെങ്കിൽ അവർ ഇരുവരെ അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഓടി വന്ന് അച്ഛൻ്റെ കാലിൽ പിടിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ചന്ദ്ര പറയുകയാണ്, എന്തിനാണ് ശ്രീകാന്ത് നീ അച്ഛനോട് ഈ സമയത്ത് ക്ഷമ ചോദിക്കേണ്ടത്? ഇപ്പം അനുഗ്രഹം മേടിക്കേണ്ട സമയമല്ലേ, ഇരുവരും ചെന്ന് അനുഗ്രഹം മേടിച്ചാലും എന്ന് ചന്ദ്ര പറയുമ്പോഴത്തേക്കും ഇരുവരും രവിയുടെ അനുഗ്രഹം മേടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇരുവരോടും മഹിമയോടും പോയി സോഫയിൽ ഇരിക്കാനായിട്ട് രവി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുകളിലത്തെ റൂമിൽ നിന്ന് തട്ടുന്ന ഒച്ച കേൾക്കുന്നത്. കാരണം നമ്മുടെ സച്ചിയെ ചന്ദ്ര റൂമിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സച്ചി വാതിൽ തുറക്കാനായിട്ട് തട്ടുന്നതാണ്. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരാണ് റൂമിൽ തട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അടുത്ത വീട്ടിൽ കതകിൽ തട്ടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അത് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് രേവതിക്ക് മനസ്സിലാവുകയാണ് മുകളിലത്തെ റൂമിൽ സച്ചിയേട്ടൻ ആരെ പൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലത്തെ റൂമിലേക്കായിട്ട് രേവതി ചെന്ന് സച്ചിയെ തുറന്നു വിടുകയാണ്. ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ പൂട്ടിയിട്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനല്ല വേറെ ആരോ ആണ് എന്ന് പറയാണ്. പിന്നീട് രേവതി സച്ചിയേട്ടൻ ഒന്ന് നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് സച്ചിയേട്ടൻ ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാൻ നിൽക്കുകയാണ്. അത് സച്ചി പറയുന്നുണ്ട്, എന്താ നിനക്ക് പറയാനുള്ളത്? അപ്പം പേടിക്കാനുള്ള എന്തൊരു കാര്യമാണല്ലേ, ഞാനങ്ങ് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ശ്രീകാന്തിനെയും വർഷയെയും മഹിമയും കാണുന്നത്. പിന്നീട് സച്ചി അവിടെ കിടന്ന് കാലിൽ തുള്ളുകയാണ് കേട്ടോ. നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ കയറി കഴിഞ്ഞാൽ കൈയും കാലും തല്ലി ഓടിക്കുന്നു, ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് രേവതിയും ചന്ദ്രയും സച്ചിയെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും സച്ചിയുടെ കലി അടങ്ങുന്നില്ല കേട്ടോ. സച്ചി വായി തോന്നിയതെല്ലാം തന്നെ വിളിച്ചു പറയുകയാണ്. ഇതിനിടയിൽ മഹിമ പറയുന്നുണ്ട്, എൻ്റെ മകൾ ഈ വീട്ടിലെ മരുമകളാണ്, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് റൈറ്റ്സ് എന്നെ കൊണ്ടൊന്നും പറയരുത്. നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും, അതായത് മധുസൂദന് നിങ്ങൾ വരാനല്ലേ പറഞ്ഞത്, നിങ്ങൾ മാത്രം വന്ന് എൻ്റെ അച്ഛൻ നാണം കെടുത്തിയതല്ലേ എന്നൊക്കെ കൂടി സച്ചി ചോദിക്കുമ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിമയുടെ വായ അടച്ചു കിട്ടുകയാണ് കേട്ടോ. അന്നേരം രവി പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാതിരിക്കേ, ഇവരെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത് ഞാനാണ്, നീ ഇനി ഒച്ചപ്പാടുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് എനിക്കാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചി ഒന്ന് ഒതുങ്ങുകയാണ് കേട്ടോ. അതിനുശേഷം മഹിമ പറയുന്നുണ്ട്, എൻ്റെ മകളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ അവളെ പൊന്നു പോലെ നോക്കിക്കൊള്ളണം എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പൊന്നല്ല പൂ പോലെ ഞാൻ അവളെ നോക്കുമെന്ന് പറയാണ്ട്. വേഗം തന്നെ സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടെ പൂ കിട്ടുന്ന ഒരുത്തിയുണ്ടല്ലോ, അവളെ നോക്കാതെ നിങ്ങളാണോ ഇവിടെ പൊന്നു പോലെ നോക്കുന്നത് എന്നൊക്കെ ഭയങ്കര പുച്ഛഭാവത്തോടും ദേഷ്യത്തോടും ഒക്കെ ചിരിച്ചുകൊണ്ട് പറയുകയാണേ. അന്നേരം വേഗം രവി പറയുന്നുണ്ട്, സച്ചി നിന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ സച്ചി അങ്ങ് ഒതുങ്ങുകയാണ്. അതിനുശേഷം മഹിമ, ഞാൻ ഇറങ്ങുകയാണ്, എൻ്റെ മകളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, പിന്നെ ഇവിടുത്തെ പ്രശ്നക്കാരനാരാന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ നോക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഇവിടെ ഇല്ല, ഇവിടെ ഞങ്ങൾ രണ്ട് മരുമക്കളും സന്തോഷത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്, ആൻറ്റി ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് രേവതിയാണ് കേട്ടോ അതിന് മറുപടി പറയുന്നത്. വേഗം തന്നെ രവി പറയുന്നുണ്ട്, വേഗം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അതേ മഹിമ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ എൻ്റെ മോളെപ്പോലെ തന്നെ വർഷയെ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ്. രവിയും വാക്ക് കൊടുക്കുകയാണ് കേട്ടോ, വർഷയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ജീവിച്ചോളെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മഹിമ അവിടുന്ന് സന്തോഷത്തോടുകൂടി തന്നെ ഇറങ്ങിയാണ്. മഹിമ പോയതിൻ്റെ തൊട്ടുപുറത്ത് തന്നെ ചന്ദ്ര വർഷയെ എല്ലാവരും പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ശ്രുതിയാണ് പരിചയപ്പെടുത്തിയത്, എൻ്റെ പുന്നാര മരുമകളാണ്, മൂത്ത മരുമകളാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി മലേഷ്യക്കാരി അല്ലേ എന്ന്. അപ്പം ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, ഒരുത്തനാണെങ്കിൽ കല്യാണത്തിന് പണം എടുത്തുകൊണ്ട് ഓടിപ്പോയി, നീയാണെങ്കിൽ ഒളിച്ചോടിപ്പോയി, നിനക്ക് നാണമുണ്ട് ഇവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, മോളെ വർഷേ നീ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴത്തേക്കും എനിക്കറിയാൻ വേണ്ടി ചിലവരുടെ നേച്ചറൊക്കെ ഇവിടത്തേക്ക് ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ആൻറ്റി പേടിക്കണ്ട, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്നറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് പാട്ട് കേട്ടുകൊണ്ട് പോകണം കേട്ടോ. അത് സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേ അവക്കടെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പിന്നീട് കലി തുള്ളുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടെറസിന്റെ മുകളിൽ നിൽക്കുന്ന വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് വന്നിട്ട് പറയുകയാണ്, വർഷ ക്ഷമിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് എന്നോട് ക്ഷമ പറയുന്നത്, ശ്രീകാന്തിന്റെ ഏട്ടനല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്, അയാൾ എന്ത് ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായി പോയത്, ആ മൂത്ത ശ്രുതിയേട്ടനും ശ്രുതിയേച്ചിയൊക്കെ എന്ത് നല്ല ഡീസൻറ്റാ, രേവതിയേട്ടത്തേക്ക് ഇതിന് നല്ല ചെറുക്കനെ കിട്ടുമായിരുന്നു എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും, വർഷ നീ പറയുന്ന പോലെയല്ല സച്ചിയേട്ടൻ പാവാണെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ശ്രുതി വേഗം തന്നെ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, വർഷ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി ചടങ്ങുകൾ പൂർത്തിയാക്കാമെന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് താഴത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് പൂജാമുറിയിലെല്ലാം ഒരുക്കുകയാണ് കേട്ടോ രേവതി. അന്നേരമാണ് വർഷയെയും ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രയും ശ്രുതിയും കൂടെ രവിയും ഉണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങോട്ടേക്ക് വന്ന ചന്ദ്ര ഉടനെ തന്നെ രേവതിയോടായിട്ട്, നീ ഇവിടെ ചേർക്കാൻ മതി, ഇനി അടുക്കളയിൽ ചെന്ന് ഉപ്പും മുളകൊക്കെ എടുത്ത് വെക്കി, ഇവരെ ഒന്ന് ഒഴിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം വർഷയോടായിട്ട്, മോളെ വർഷേ ഇവിടെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ
മോളെ വർഷേ നീ വിളക്ക് കൊടുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാ നീ വിളക്ക് കൊടുക്കുന്നത്, ഇവിടെ കറണ്ട് ഉണ്ടല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതേ രീതിയിലുള്ള വർഷയുടെ പക്വത എത്താത്ത സംസാരം കേട്ടുകൊണ്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, മോളെ ഇത് വിളക്ക് കത്തിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചടങ്ങാണ്, അത് മോള് തന്നെ കത്തിക്കണം, സാരി എടുത്തുകൊണ്ട് വേണം കത്തിക്കാൻ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല സാരി ഒന്നും എടുക്കാനായിട്ട്, എനിക്ക് സാരി എടുക്കാനും അറിയില്ല, എനിക്ക് കംഫർട്ടായിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. കാരണം വർഷ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന അല്ലാന്ന് ഏകദേശം വർഷയ്ക്കും ശ്രുതിക്കും കാര്യം അത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. മോക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സെങ്കിൽ ആ ഡ്രസ്സ് പോരെ രവിയേട്ടാ, സാരിയിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വർഷയോട് വിളക്ക് എത്തിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. വർഷയാണെങ്കിലോ ഒരു തീപ്പെട്ടി വരച്ചു, 2 തീപ്പെട്ടി വരച്ചു, 3 തീപ്പെട്ടി വരച്ചിട്ടും തീപ്പെട്ടിക്കോൽ ഒടിയുന്നല്ലാതെ തീ കത്തുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ വർഷ കുഞ്ഞു നിന്നൊരു ഇല പോലും എടുക്കാത്ത വ്യക്തിയാണെന്ന് നമ്മുടെ ശ്രീകാന്തിന് അറിയാലോ. അതുകൊണ്ട് തന്നെ ചമ്മി എല്ലാവരും നോക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.